കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഒക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നത് അങ്ങനെ രാത്രിയില് നയനയ്ക്കൊരു പൂതി തോന്നി സുഗന്ധം മുറുക്കാൻ വേണമെന്ന്. അതിന് വേണ്ടിയിട്ട് നയനയും കൊണ്ട് ആദർശ് പുറത്തേക്ക് പോവാണ്. അങ്ങനെ പോയി കുറെ ദൂരം ചെന്ന് കഴിഞ്ഞിട്ടൊന്നും ഒരു കടകളൊന്നും കണ്ടില്ല. നയന പറഞ്ഞു ഇവിടെ ഒന്നും ഒരു കടകൾ പോലും ഇല്ലോന്ന് പറയണേ. അതെങ്ങനെയാ ഈ പാതിരാത്രി വന്ന വല്ല കടയും കാണുമോ എന്ന് ചോദിക്കുകയാണ്. രാത്രിയും നിന്റെ ഒരു പൂതി ആ വീട്ടിലെങ്ങാനും ഈ സമയത്ത് മൂടി പൊതിച്ച് കിടന്ന് ഉറങ്ങണ്ട ഞാനാ അവളെയും കൊണ്ട് വരുന്ന പറയാം. എന്നാ ഒരു ശരി, എന്നാ കുഴപ്പമില്ല, നമുക്ക് തിരിച്ചു പോകാമെന്ന് നയന പറയാണ്. നയനയ്ക്ക് അങ്ങോട്ട് സങ്കടം വന്നു. ഇനിയിപ്പോ ഇവിടം വരെ വന്നല്ലേ, തിരിച്ചു പോകുന്നു വേണ്ട, നിന്റെ ആഗ്രഹം നടത്തിയിട്ടേ പോളെന്ന് പറയണേ. ഇങ്ങോട്ട് വരാൻ പറയണം. അങ്ങനെ വീണ്ടും അവര് യാത്ര ചെയ്യുവാണ്. ഈ സമയത്താണെങ്കിൽ തണുത്ത് പറിച്ച കനക എന്ത് ചെയ്യുവാണ്, പോയിട്ട് ആ കബോർഡ് തുറക്കുവാണ്. കബോർഡ് തുറന്നിട്ട് കബോർഡിനകത്ത് നോക്കിക്കഴിഞ്ഞപ്പോ നല്ല അടിപൊളി സാരീസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. ആ സാരീസ് ഒക്കെ എടുത്ത് ദേഹത്തോടെ ചുറ്റുവാണ്. ഇനിയിപ്പോ ഇതുവരെ നിവൃത്തിയുള്ളൂ. ഏസിയുടെ തണുപ്പെന്ന് പറയുന്നത് നല്ല തണുപ്പല്ലേ. ജലജയാണെങ്കിൽ നല്ല സുഖമായിട്ട് മൂടി പതിച്ച് കിടന്നും കൂടെ നല്ല കൂർക്കം വലിച്ചു കിടന്നും കൂടെ ഉറങ്ങുക. എനിക്കൊരു പണി തന്ന ഈ പണിക്ക് ഞാൻ തിരിച്ചു നല്ല പണി തന്നെ തരാം എന്നും പറഞ്ഞുകൊണ്ട് അത് സാരി എല്ലാം കൂടെ ദേഹത്തേക്ക് ചുറ്റിയിട്ട് ആ കട്ടിലേക്ക് പോയി അങ്ങനെ തന്നെ വീഴുവാണ്. നല്ല സന്തോഷവും സമാധാനത്തോടും കൂടി അങ്ങോട്ട് കിടന്ന് ഉറങ്ങുവാണ്. ജലജയുടെ വിചാരം എന്താ, തണുത്ത് പറിച്ച് കഴിയുമ്പോൾ രാവിലെ തന്നെ സ്റ്റാൻഡ് വിട്ടോളൂ എന്നുള്ളത്. രാവിലെ അല്ല, സോറി, രാത്രി തന്നെ മുറിയിന്ന് ഇറങ്ങി പൊക്കോളൂ എന്നുള്ളതായിരുന്നു. പിന്നീട് കാണിക്കുന്ന സുഗന്ധം മുറുക്കാനൊക്കെ ഉള്ളൊരു കടയായിരുന്നു. അപ്പൊ കടക്കാനാണ് കുറെ സമയമായിട്ട് വയറിനകത്ത് ഭയങ്കര അസ്വസ്ഥ. ഇന്ന് ഫുഡ് കഴിച്ച് ശരിയായില്ലെന്ന് തോന്നേ, ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം, ഒരു കാര്യം ചെയ്യാം, ഷട്ടർ ഭാഗത്ത് താത്തിയിട്ടിട്ട് പോകാം എന്നോർത്തും കൂടെ ഇറങ്ങണം. അപ്പൊ ആ സമയത്ത് അപ്പുറം കടത്തിന്റെ ഒരാൾ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അവരോട് പറഞ്ഞു, എടാ ഈ കടയിൽ നോക്കിയേക്കണം, ഞാൻ ഇപ്പോഴൊന്ന് വരാം, ഒരു ബാത്റൂമിൽ കയറിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയത്താണ് നമ്മുടെ നയനയെ ആദർശം അങ്ങോട്ട് വരുന്നത്. ആദർശം ഇതേ ഒരു കട തുറന്നു വെച്ചിട്ടെന്ന് പറയണം. അപ്പൊ നയന പറഞ്ഞു, അത് പകുതി ഷട്ടർ താത്തിയേക്കല്ലേ, അതിനകത്ത് ആളില്ലാന്ന് തോന്നുന്നു പറയണം. അതിനെന്താ നീ ഇറങ്ങാൻ പറയണം. നയന ചോദിച്ചാൽ അതെങ്ങനെ ശരിയാവും, ആളില്ലാത്ത കടയിൽ നിന്ന് എങ്ങനെയാ നമ്മൾ മുറുക്കാൻ വാങ്ങുന്നതെന്ന് ചോദിക്കണം. എനിക്കിപ്പോ എന്താ മുറുക്കാൻ കിട്ടിയാൽ പോരെന്ന് ചോദിക്കണം. ആദർശേട്ടാ, ആളില്ലാതെ എങ്ങനെ നമ്മൾ മുറുക്കാൻ എടുക്കും, നീ ഇങ്ങോട്ട് വാ, നിന്റെ പറച്ചിൽ കേട്ടിട്ടുണ്ടോ തോന്നൂലോ, നീ വലിയ സത്യവതിയാന്നുള്ള കാര്യം, നമ്മൾ അതിന്റെ അകത്ത് കയറി എടുക്കൂന്ന് പറയാം. ഈ അങ്ങനെ ഇനി ശരിയല്ല, ആരെങ്കിലും കണ്ടാലോ, നമ്മളെ പിടിച്ചാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കണം. ഓ, നിന്റെ പറച്ചിൽ കേട്ടാ നീ അങ്ങോട്ട് ചെറുതിൽ ഒരു കള്ളത്തരം കാണിക്കാത്ത പോലെ, അതിപ്പോ കുഞ്ഞിലേ അല്ലേ, ഓ ഇപ്പൊ നീ വലിയ കിളവിയായല്ലോ അങ്ങോട്ട്. വെറുതെ നീ ചിലക്കാതെ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് ആവശ്യം ഉണ്ടേ മതി, ഇല്ലെങ്കിൽ അവിടെ നിന്നോളാൻ പറയണം. ഇതൊക്കെയല്ലേ ഒരു ത്രില്ല്, ഇങ്ങനെയൊക്കെ നമ്മൾ കാണിക്കണമെന്ന് പറയാം. ആദർശന് ഭയങ്കര ധൈര്യമായിരുന്നു ആ സമയത്ത്. ആദർശിന്റെ പുറകെ നയനെ അങ്ങോട്ട് കയറി ചെല്ലുവാണ്. കടയിലേക്ക് കയറി കഴിയുമ്പോ ആദർശ് ഇങ്ങനെ ചുറ്റും നോക്കുവാണ്. ചുറ്റും നോക്കി ഇനിയിപ്പൊ നയനിച്ച് എന്താ നോക്കുന്നത്, അല്ല വെറ്റില കണ്ടില്ല എവിടെയാന്ന്. പിന്നെ നോക്കി കഴിഞ്ഞപ്പോ ഒരു തടത്തിന്റെ അകത്ത് വെറ്റില ഇരിക്കുന്നുണ്ട്. ആ വെറ്റില കിട്ടി, ഇനി എനിക്ക് ബാക്കി അറിയാൻ ചെയ്യട്ടെ. ഞാനേ എന്റെ വീടിന്റെ അടുത്ത് ഇങ്ങനെ കടയുണ്ടായിരുന്നു, അവിടുന്ന് മേടിച്ച് കഴിച്ചിട്ടുണ്ട്, അവരുണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയാം. കൊള്ളാം. ഈ സമയത്ത് നയന എന്ത് ചെയ്യുവാണ്, നയന് പോയി ബാക്കി ഷട്ടറും കൂടെ ഫുൾ അങ്ങോട്ട് താത്തിയിടുക. അല്ല നീ ഇതെന്ത് പരിപാടിയെ കാണിച്ചേ, ബാക്കി ഷട്ടർ എന്തിനാ താത്തിയെന്ന് ചോദിക്കുകയാണ്. അതെ ഇപ്പോഴല്ലേ ശരിക്കും ഒരു ത്രില്ല് വന്നേ എന്ന് പറയാണ്. ത്രില്ലിപ്പൊ ശരിക്കും വന്നു എന്ന് പറയാണ്. പിന്നീട് ആദർശ് സുഗന്ധമുറുക്കാൻ ഉണ്ടാക്കി കൊടുക്കുകയാണ് നയനിക്ക്. സുഗന്ധമുറുക്കാൻ ഉണ്ടാക്കി അതിന്റെ എല്ലാ സാധനങ്ങളും ഓരോന്നോരോന്ന് വെച്ച് വെറ്റിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പൊ നയന പറഞ്ഞു ഇതെടുക്കുന്നു പറഞ്ഞു ഓരോ ഡെപ്പയ്ക്കുള്ള ഓരോ സാധനങ്ങളും എടുത്ത് ആദർശിന്റെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം കുറച്ചിട്ട് ഒരു മുറുക്കാൻ ഉണ്ടാക്കി നയനയിലേക്ക് കൊടുക്കുകയാണ്. അപ്പൊ നയന അത് കടിച്ചിട്ട് കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയാം. പിന്നീട് ആദർശനോട് പറഞ്ഞു, ഞാൻ ആദർശനെ ഉണ്ടാക്കി തരാന്ന് പറയാം. വേണ്ട ഞാൻ ഉണ്ടാക്കിക്കോളാം. വേണ്ട ഞാൻ ഉണ്ടാക്കി തരാന്നേ. അപ്പൊ നയനയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് അവിടെ പുകലെ ആ സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ നയനയ്ക്ക് അത് വെച്ചില്ല. ആദർശ് പറഞ്ഞു അതൊന്നും വേണ്ട, അതൊക്കെ ശരിയാവത്തില്ല, കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് വേണ്ടാന്ന് പറഞ്ഞത് മാറ്റുകയൊക്കെ ചെയ്തേ. നയനെ അത് ശ്രദ്ധിക്കുകയും ചെയ്തായിരുന്നു. പിന്നീട് ആദർശിന് വേണ്ടിയിട്ട് നയന വെറ്റിലേക്ക് എടുത്ത് മുറുക്കാൻ ഉണ്ടാക്കുവാണ്. അങ്ങനെ എല്ലാത്തേക്കൂട്ടും കുറച്ചെടുത്തു. ആദർശ് അപ്പുറത്തേക്ക് മാറിയ സമയത്ത് അങ്ങോട്ട് തിരിഞ്ഞ് അതൊക്കെ നോക്കുന്ന സമയത്ത് നയന എന്ത് ചെയ്യണം, കുറച്ച് പുകലെ അതെല്ലാം കൂടെ അങ്ങോട്ട് വെച്ചു, ഇത് അങ്ങോട്ട് കഴിക്കുക. കഴിച്ച് കഴിയുമ്പോൾ നന്നായിട്ട് അങ്ങോട്ട് നല്ലതായിട്ട് കിക്ക് ആയിക്കോളും എന്ന് പറയണം. അങ്ങനെ ആദ്യത്തെ മുറുക്കാൻ ആദർശന് കൊടുത്തു. വീണ്ടും ഒരു മുറുക്കാനും കൂടെ കൊടുക്കുകയാണ്. ആദർശ് നല്ലതായിട്ട് കിക്കായി. അത് ഞങ്ങളുടെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് നയനോട് പറഞ്ഞു, ഇപ്പൊ നിന്നെ എനിക്ക് ഡബിൾ ആയിട്ടാ കാണുന്നേ. എന്താ പറഞ്ഞെന്ന് ചോദിക്കും. എനിക്കിപ്പോ നിന്നെ കാണുമ്പോൾ ഡബിൾ ആയിട്ടാന്ന് പറഞ്ഞ ആദർശ് ഇങ്ങനെ നിന്നങ്ങോട്ട് ആടുകയാണ്. മുറുക്കാൻ അങ്ങോട്ട് കിക്കായി ആദർശന്. പക്ഷെ നയനയ്ക്ക് ആ സുഗന്ധം മുറുക്കാൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആദർശ് അവിടെ ഇങ്ങനെ നിന്ന് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് ഒരു ടേപ്പ് റെക്കോർഡ് ഇപ്പൊ ഉണ്ടായിരുന്നു അവിടെ. ആ കൈ കൊണ്ടുപോയി ആ ടേപ്പ് റെക്കോർഡിന്റെ മുകളിലേക്ക് വെച്ചു. അപ്പൊ അതിനകത്ത് ആ കൃത്യം ആ പ്ലേ ബട്ടനെ തന്നെയാ കൊണ്ടേ അമർത്തിയത്. കൃത്യം പാട്ട് വന്നു. ആ മ്യൂസിക് വന്ന സമയത്താണെങ്കിൽ നയനെ പിന്നെയും നോക്കിയില്ല. ആദർശാണെങ്കിൽ നല്ല മൂഡിലായിരുന്നു താനും. ആദർശ ആ പാട്ട് കിട്ടിയത് അവിടെ കിടന്ന് തുള്ളാൻ തുടങ്ങി. ഈ സമയത്താണെങ്കിൽ ബാത്റൂമിലൊക്കെ പോയി അകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും കടയുടെ മുന്നിൽ വന്നപ്പോ കടക്കാൻ നമ്പർ താൻ പകുതി ഷട്ടർ ഇട്ടിട്ട് പോയ കടയാണല്ലോ,
ഇതെങ്ങനെ ഇത് മൊത്തം അടഞ്ഞു കിടക്കുന്നത്? ഓഹോ, അവനോട് താൻ കട നോക്കാൻ പറഞ്ഞിട്ട് താൻ പോയ സമയത്ത് കടയ്ക്കകത്ത് കയറിക്കോ, ഇന്ന് അവനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് കട ഷട്ടർ തുറക്കാൻ അങ്ങോട്ട് വന്നു. അകത്തുനിന്ന് സംസാരം കേൾക്കുന്നുണ്ട്. ആദർശേട്ടൻ ഇനി മുറുക്കാൻ വേണോ? ഒരു സുഗന്ധം മുറുക്കാനും കൂടെ തരട്ടേന്ന് ചോദിക്കണം. ആദർശേട്ടൻ വേണ്ട വേണ്ട, ഇത് മതിയെന്ന് പറയാണ്. ഏയ് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഒരെണ്ണോടെ ഉണ്ടാക്കി തരാന്ന് പറയുന്നത് കേട്ടു. ഓഹോ, അപ്പൊ അകത്ത് അവനല്ല, കള്ളനും കള്ളിയും കൂടെ കയറിയിരിക്കുന്നത്. കൊള്ളാം, മുറുക്കാൻ മോഷ്ടിച്ചോണ്ടിരിക്കുക. ഇനിയിപ്പൊ എന്തൊക്കെ മോഷ്ടിച്ചെന്ന് അറിയത്തില്ല. എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിക്കണം എന്ന് കരുതി പോലീസിനെ വിളിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ നൈറ്റ് പെട്രോളിങ്ങിലുള്ള പോലീസുകാരൻ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു പോലീസുകാരൻ പറഞ്ഞു, അതെ ഇന്ന് കോളൊന്നും ഒത്തിട്ടില്ലാന്ന് തോന്നേ, നമുക്ക് പോയാലോ സാറെന്ന് ചോദിക്കുകയാണ്. അപ്പൊ അയാൾ പറഞ്ഞു, എന്റെ പൊന്നെടാ, വീട്ടിലേക്ക് ഈ സമയത്ത് ചെല്ലാൻ പോലും പറ്റില്ല, അറിയാലോ. ആകെപ്പാട് ഇവിടെ ഈ നൈറ്റാണ് ഞാൻ ചോദിച്ചു മേടിച്ച. രാവിലെ ആണെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് രാവിലെ പാല് മേടിക്കുന്നിട്ട് രാത്രിയിൽ ഉള്ള ജോലി വരെ. ഭാര്യ ഉണ്ടല്ലോ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, സഹിയായിട്ട് നൈറ്റെങ്കിൽ നൈറ്റ്, എങ്ങനെയായാലും ഇവിടെയെങ്കിലും വന്ന് നിൽക്കാമല്ലോ, ഒരു സമാധാനത്തിന് വേണ്ടി വന്ന് നിൽക്കുന്ന എന്ന് പറയണം. അപ്പം മറ്റേ പോലീസ് നമ്മൾ ശരിയാ, അതുകൊണ്ട് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാൻ നമുക്കെന്ന് പറയാണ്. ഈ സമയത്താണ് ഒരു കോള് വരുന്ന പോലീസാന്റെ ഇതിലേക്ക്. അല്ല എന്താന്ന് ചോദിക്കുകയാണ്. ആണോ, അന്ന് ശരി ശരി ഇപ്പൊ എത്തിയേക്കാന്ന് പറയാം. എന്താ സാർ, എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അല്ല നമ്മുടെ ഏരിയയിലെ കള്ളം കയറുന്ന ഒരു കള്ളം മാത്രമേ കള്ളിയുണ്ടെന്നാ പറഞ്ഞേ. ആഹാ, അത് കൊള്ളാലോ, നമ്മുടെ ഏരിയ കള്ളനും കളിയോ, അത് നമ്മളിവിടെ നിൽക്കുമ്പോ ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലോ എന്ന് ഓർത്തോണ്ട് അവര് നേരെ കടയിൽ അങ്ങോട്ട് വരുവാണ്. വന്ന സമയത്താണെങ്കിൽ ആദർശം നായനെ അകത്തോടുന്ന് ഭയങ്കര ഡെപ്പാങ്കുത്ത പാടാ, നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ട് രണ്ടുപേരും ഭയങ്കര തുള്ളലാ. ആദർശം നല്ല മൂഡിലായിരുന്നു, അങ്ങനെ നല്ല പാട്ടൊക്കെ ഇട്ട്. അപ്പം കടക്കാരനാണ് പുറത്തിങ്ങനെ നിൽക്കുന്നുണ്ട്. പോലീസുകാർ എവിടെയാ കള്ളൻ, എവിടെയാന്ന് ചോദിക്കണേ. സാറേ കടയ്ക്കകത്താന്ന് പറയാണ്. കടയ്ക്കകത്തോ? അതെ, കള്ളനും ഉണ്ട് കള്ളിയും ഉണ്ട്, രണ്ടുപേരുണ്ടെന്ന് പറയാണ്. അല്ല അവിടെ നിങ്ങൾ എന്താ കട തുറക്കാതിരിക്കണെന്ന് ചോദിക്കണം. സാറുമാര് വന്നിട്ട് തുറക്കാൻ നിർത്തി എന്നോട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാന്ന് പറയാണ്. പാട്ടൊക്കെ എടുപ്പിച്ചു, പാട്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, അകത്ത് ഭയങ്കര ഡാൻസ് ആണെന്ന് തോന്നുന്നു പറയാണ്. അങ്ങനെ പോലീസുകാരൻ ഷട്ടർ വന്ന് കയറി കഴിയുമ്പോൾ കാണുന്ന കാഴ്ച ഭയങ്കര ഡാൻസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ കടക്കാരനും കയറി പോലീസുകാരും കയറി, അവരും ആ ഒപ്പം നിന്നങ്ങോട്ട് തുള്ളുവാണ്. ആ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ആരും അറിയാതെ അങ്ങോട്ട് തുള്ളിപ്പോവും. പിന്നീട് മറ്റു പോലീസുകാരൻ എന്താ ഈ കാണിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട് അയാളെ ഇങ്ങ് തോണ്ടുവാണ്. പെട്ടെന്ന് ഒരു പോലീസുകാരൻ ചോദിച്ചു, എസ് ഐ ആണ് ചോദിക്കുന്നത്. എസ് ഐ ചോദിച്ചു, ആരാ നിങ്ങൾ, ഇത് കടയ്ക്കകത്ത് എന്തിനാ കയറിയെന്ന് ചോദിച്ചു ദേഷ്യപ്പെടുവാണ്. പെട്ടെന്നാണ് നയനയ്ക്ക് സ്ഥലകാലബോധം ഉണ്ടായി, കടയാണല്ലോ എന്നൊരു ചിന്ത വന്ന്. നായന് പറഞ്ഞു, സാറ് ഞാന് ആദർശം പറഞ്ഞു, സാറേ ഞങ്ങൾ മുറുക്കാൻ എടുക്കാൻ കയറി തന്നെ. മുറുക്കാൻ എടുക്കാന്? ആളില്ലാത്ത കടയില് രാത്രി കയറിയിട്ട് മുറുക്കാൻ എടുക്കാന് നീയൊക്കെ എവിടുന്ന് വന്നാലാടാന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് അയാൾ പറഞ്ഞു, സാറേ ഞാൻ കടയുടെ പകുതി ഷട്ടർ ഇട്ടിട്ടാ പോയത്, ഇവന്മാരാ കയറിയിട്ട് ബാക്കി മൊത്തം കട അടച്ചെന്ന് പറയണം. ഓഹോ അങ്ങനെയാണല്ലേ, അല്ല നിങ്ങൾ സത്യം പറഞ്ഞ എന്തിനാ കയറി, സത്യം പറഞ്ഞോളാൻ പറയണം. നായന പറഞ്ഞു, സാറേ ഒരു സുഗന്ധം മുറുക്കാൻ എടുക്കാൻ കയറിയതാ, ഞങ്ങൾ വേറൊന്നും മോഷ്ടിച്ചിട്ടില്ലെന്ന് പറയാണ്. അപ്പൊ ആദർശ് പറഞ്ഞു, സാറിന് സംശയം ഉണ്ടൊരു കാര്യം ചെയ്യേ, ഓണറോട് ചോദിക്കേ, പണപ്പെട്ടിക്കകത്തിരിക്കുന്ന പണപ്പെട്ടിക്കകത്ത് വല്ല പണവും കുറവുണ്ടോന്ന് നോക്കാൻ പറയണം. അയാൾ വന്നിട്ട് പെട്ടെന്ന് ആ പണപ്പെട്ടി തുറന്നു നോക്കുക, അതിനകത്ത് പൈസക്കൊന്നും കുറവൊന്നും ഇല്ലായിരുന്നു, എല്ലാം ഓക്കെ സാറ്, ഒന്നും മോഷണം പോയിട്ടില്ലെന്ന് പറയാണ്. അതിനകത്തൊരു 100 രൂപ കൂടുതലില്ലെന്ന് ചോദിക്കുകയാണ്. ഉണ്ട്, അത് ഞാൻ മുറുക്കാൻ വേണ്ടി വെച്ചാ. ഓഹോ, അപ്പൊ മുറുക്കാൻ എടുത്തിട്ട് അതിന്റെ പൈസയും വെച്ചായിരുന്നില്ലേ, പിന്നെ എന്തിനാണോ താൻ കൂടെ പരാതി പറഞ്ഞെന്ന് ചോദിക്കുകയാണ് കടക്കാരനോട്. സാർ ഇത് മിക്കവാറും നിങ്ങൾ വരുമെന്ന് അറിഞ്ഞിട്ട് ഇവർ ചെയ്ത പരിപാടിയാന്നാ തോന്നുന്നത്, പണം വെച്ചത് നിങ്ങൾ വരുമെന്ന് അറിഞ്ഞു കാണുമെന്ന് പറയണം. പോലീസാർ പറഞ്ഞു, ശരിയാ സാറേ, ഇവരെ കണ്ട അത്ര പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്നില്ല എന്ന് പറയണം. അതിന് പറയാം, സാർ അങ്ങനെയൊന്നും പറയരുതെന്ന് പറയണം. അല്ല നിങ്ങൾ രണ്ട് ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരെ തന്നെയാണെന്ന് ചോദിക്കണം. അതെന്താ സാർ അങ്ങനെ ചോദിച്ചതെന്ന് ആദർശ് ചോദിക്കണം. അല്ല നിങ്ങളുടെ ഫോൺ ഇങ്ങനെ ഒന്ന് വീട്ടിലേക്ക് വിളിക്കട്ടെ എന്ന് പറയാം. നയന സാർ ഫോണില്ലാന്ന് പറയും. ഫോണില്ലേ, ഇന്നത്തെ കാലത്ത് ഫോണില്ലാന്ന് ആരിലും പുറത്തിറങ്ങി നടക്കുമോ, അത് കള്ളത്തരമാണല്ലോ, അതിനകത്ത് എന്തോ ഒരു ഊടായ്പുണ്ടല്ലോ എന്ന് പറയാണ്. നയന പറഞ്ഞു, ഒരു ഊടായ്പ ഇല്ല സാറേ എന്ന് പറയണം. എനിക്ക് ദേഷ്യം വന്നു. ആദർശനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലേ ആദർശേട്ടാ ഫോൺ എടുക്കാന്ന്. അപ്പൊ ആദർശേട്ടനാ പറഞ്ഞു, വേണ്ട വീട്ടുകാരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പണിയാവുമെന്ന്. ഇപ്പൊ സമാധാനമല്ലോ. നയന പറഞ്ഞു, വീട്ടുകാരുടെ നമ്പർ തരാം, ഒന്ന് വിളിച്ചു ചോദിച്ചോളാം പറയാണ്. അപ്പൊ ആദർശന് വേണ്ട വേണ്ട കൊടുക്കണ്ട, ആകെപ്പാടെ പ്രശ്നവും, വീട്ടുകാരെ അറിയാതെയാണല്ലോ ഇങ്ങോട്ട് പോന്നേക്കുന്നത്. ഇവരുടെ ഈ വഴക്കൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ തന്നെ പോലീസുകാരന് മനസ്സിലായി ഇവര് ഭാര്യ ഭർത്താക്കന്മാരാന്നല്ലേ. പെട്ടെന്ന് പറഞ്ഞു, സാറേ ഇവര് ഭാര്യ ഭർത്താക്കന്മാര് തന്നെയാ, അതിനേക്കാൾ അതിന്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ ഇപ്പൊ കിട്ടിയിരിക്കുന്നു പറയാണ്. പിന്നീട് കടക്കാരനോട് പറഞ്ഞു, നിന്റെ പൈസ കിട്ടിയില്ലേ, പിന്നെ എന്നാ കുഴപ്പം, വെറുതെ രാത്രിയിൽ ഓരോരുത്തന്മാരും മെനക്കെടുത്താൻ വിളിച്ചേക്കും എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ആ കടക്കാരനെ നോക്കിയിട്ട് നയനെ ആദർശം അവിടെ നിന്ന് ഇറങ്ങുവാണ്. പിന്നീട് കാണിക്കുന്ന നേരം വെളുത്ത സമയത്ത് അത്ര സമയം വരെ ആര് പാട്ടും കൂത്തും തന്നെ ഇരിക്കുമായിരുന്നു. നേരം വെളുത്ത് കഴിഞ്ഞപ്പോ തന്നെ ചെറിയ പതുക്കെ എഴുന്നേക്കുവാണ്. കനകം മുറിവിട്ട് പോയി കാണും. രാത്രിയിൽ AC ആ തണുപ്പ് സഹിക്ക വയ്യാതെ അങ്ങനെ എഴുന്നേറ്റൊന്ന് മൂരിയൊക്കെ നിവർത്തി ഇങ്ങനെ ഒന്ന് നേരെ നിന്ന് കഴിയുമ്പോഴത്തേനും നോക്കുമ്പോഴത്തേനും സൈഡിലാട്ടെ കനക കിടക്കുന്നു. കനകയുടെ മേത്ത് ഫുള്ള് തന്റെ നല്ല വിലപിടിപ്പുള്ള പട്ടുസാരികള്, ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ജാർജിക്ക് ആകപ്പെടെ ഭ്രാന്തടക്കി.
ചെളിച്ച് കനകേനെ വിളിക്കുകയാണ്, എഴുന്നേക്കാൻ പറഞ്ഞിട്ട്. കനക എഴുന്നേറ്റിട്ട് ചോദിച്ചു, എന്തിനാ ഇത്ര നേരത്തെ വിളിച്ചേ? ഞാൻ കുറച്ചുകൂടെ കിടന്ന് ഉറങ്ങട്ടെ. രാത്രിയിൽ ആ എ സിയുടെ തണുപ്പ് കാരണം ഞാനാണെങ്കിൽ എത്ര സമയം കഴിഞ്ഞിട്ട് ഉറങ്ങിയാന്നറിയാന്ന് ചോദിക്കുകയാണ്. നീ എന്ത് പരിപാടിയെ കനക കാണിച്ചേ? എന്റെ എത്ര രൂപയുടെ സാരിയാണെന്നറിയാവോ എന്ന് ചോദിക്കുകയാണ്. ആണോ? അല്ല, എനിക്ക് രാത്രി തണുത്തിട്ടാ ഞാൻ ചെയ്തതെന്ന് പറയണം. തണുത്ത് വെച്ചാൽ നീ ഇങ്ങനെയാണോ ചെയ്യുന്നേ? ഇനി എന്ത് ചെയ്യും എന്റെ ഭഗവാനെ? അത് കഴുകാൻ പോലും പറ്റുന്ന സാരിയല്ല. എന്തായാലും കനക, നിനക്ക് എങ്ങനെ ഇങ്ങനെ ചതി ചെയ്യാൻ തോന്നി? നീ മനഃപൂർവ്വം ചെയ്തല്ലേ എന്ന് ചോദിക്കുകയാണ്. കനക പറഞ്ഞു, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, എനിക്ക് തണുത്തിട്ട് ചെയ്താന്ന് പറയണം. അവസാനം കനയ്ക്ക് മനസ്സിലായി തനിക്കിട്ട് പണി തന്നാന്ന്. അപ്പൊ തിരിച്ചു താനും ഒരു പണി കൊടുക്കണ്ടേ? അത് ജലജിക്കും മനസ്സിലായി. അങ്ങനെ അവര് തമ്മിലൊരു പോരവിടെ ആരംഭിക്കുമായിരുന്നു. അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയും ഞാൻ വരാട്ടോ. ഇനിയിപ്പൊ കാണാൻ പോകുന്ന അതിനും ആദർശം കൂടെ വീട്ടിലേക്ക് വന്നപ്പോ നേരം വെളുത്തിട്ടാ വീട്ടിൽ വരുന്നേ. വീട്ടിൽ വരുന്ന കഴിയുമ്പത്തേനും വല്ലാത്ത ടിസ്റ്റൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെ കേട്ടോ. ആ വിശേഷമൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.